പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്രദർ സൈമൺ വടക്കൻ പാലക്കാട് സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചില സമയങ്ങളിൽ നമുക്ക് പല തടസ്സങ്ങളുണ്ടാകാറുണ്ട്. അത് ജോലി സംബന്ധമായിട്ട് ജോലി കിട്ടാതെയുള്ള വിഷമങ്ങൾ, രോഗസൗഖ്യം കിട്ടാതെ വരുന്ന വിഷമങ്ങൾ, ഭവനം കിട്ടാതെ വരുന്ന വിഷമങ്ങൾ. ഈ മേഖലകളിൽ നമ്മൾ ബന്ധിച്ചിട്ടിരിക്കുന്ന ചില ബന്ധനങ്ങളുണ്ട്. അതിലൊരു ബന്ധനമാണ് അഹങ്കാരത്തിൻ്റെ ബന്ധനം, എളിമയില്ലായ്മ. ദൈവമേ, ഈ എളിമയില്ലായ്മ അതിൻ്റെ ഓപ്പോസിറ്റാണ് അഹങ്കാരം. അപ്പോൾ അഹങ്കാരം ബാധിച്ചിട്ടുള്ള ഓരോ മക്കളെയും കർത്താവ് ആ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ഞാൻ അവിടെ MCA പഠിച്ചതാണ്, അവിടെ ഒത്തിരി കമ്പനികളുണ്ടല്ലോ, ബ്രദറിനറിയാം. അവിടെ ഞാൻ അപ്ലൈ ചെയ്തു, ഇൻ്റർവ്യൂ ചെയ്തു, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുത്തു, ജോലി കിട്ടുമെന്ന് പ്രതീക്ഷയോടുകൂടി കടന്നു ചെന്നു. പക്ഷേ എന്നെ ജോലിക്ക് വിളിക്കുന്നില്ല. ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്ന് അമേരിക്കയിൽ കുടിയേറി പാർത്ത ഒരു കുടുംബം, അവിടുത്തെ ഒരു അമ്മച്ചി എന്നെ വിളിച്ചിട്ട് പറയും, എൻ്റെ മകള് അവിടെയാണ് ജനിച്ചും വളർന്നും പഠിച്ചതും, ഇപ്പോൾ PhD വരെ എടുത്തിട്ടുണ്ട്. പക്ഷെ അവൾക്ക് അവിടെ ജോലി കിട്ടുന്നില്ല. ഒരു 100ഓളം കമ്പനികളിൽ അവൾ ഇൻ്റർവ്യൂവിന് പോയി, എല്ലാ ചോദ്യത്തിനും ഉത്തരം കൊടുക്കും, പക്ഷേ അവൾക്ക് ജോലി കിട്ടുന്നില്ല. അവൾ നിരാശയാണ്. ഞാൻ മകളുടെ കയ്യിൽ കൊടുക്കാമെന്ന് പറഞ്ഞ അമ്മച്ചി ആ മകൾ കൈമാറി. മകൾ പറഞ്ഞു, ബ്രദറെ, ഞാൻ നിസ്സാരക്കാരിയല്ല, ഞാൻ PhD വരെ 1ാം റാങ്കോടുകൂടി ആണ് അമേരിക്കയിൽ പഠിച്ചത്, എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ട്, പിന്നെ എനിക്ക് നല്ല ബ്രൈറ്റ് സ്റ്റുഡൻ്റാണ്, എൻ്റെ അത്ര ബുദ്ധി മറ്റുള്ളവർക്ക് ഇല്ല ബ്രദറെ, ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം കൊടുക്കുന്നുണ്ട്, പക്ഷേ എന്നെ ജോലിക്ക് വിളിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, മോളുടെ ഈ തലച്ചോറിൽ കിടക്കുന്ന ഒരു ചിന്തയുണ്ട്, ഞാൻ ബ്രൈറ്റ് സ്റ്റുഡൻ്റാണ്, ഞാൻ ബുദ്ധിമതിയാണ്, ഞാൻ 1ാം റാങ്കുകാരിയാണ്, എൻ്റെ അത്ര കഴിവ് വേറെ ആർക്കും ഇല്ല, അതുകൊണ്ട് ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജോലി കിട്ടും. ഇത് താഴേക്ക് ഇറങ്ങി വരണം. ഈ അഹങ്കാരം ഉപേക്ഷിക്കപ്പെടണം. എന്നിട്ട് എളിമപ്പെടണം. എന്നിട്ട് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിനക്ക് ജോലി കിട്ടും. അവൾ പറഞ്ഞു, ബ്രദറെ, എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ മുട്ടുകുത്തി, കർത്താവ്, നീ തന്നാണ് വിദ്യാഭ്യാസം, നീ തന്നതാണ് എൻ്റെ ജീവൻ, നീ തന്നതാണ് എൻ്റെ അറിവ്, നീ തന്നതാണ് 1ാം റാങ്ക്, നീ തന്നതാണ് എൻ്റെ PhD, അതുകൊണ്ട് ഇത് നിൻ്റെ വടിയറ വയ്ക്കുന്നു, ഞാൻ ഒന്നുമല്ല, ഞാൻ ആരുമല്ല. കർത്താവെ, ഞാൻ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്, നിൻ്റെ കൃപയില്ലാതെ എനിക്ക് ജോലി കിട്ടില്ല, ഞാൻ നിൻ്റെ തിരുസന്നിധിയിൽ മുട്ടുമടക്കുന്നു, എന്നെ അനുഗ്രഹിച്ചാലും യേശുവിൻ നാമത്തിൽ ആമേൻ. അവൾ അങ്ങനെ പ്രാർത്ഥിച്ചു. 1 മാസത്തോളം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ജോലി കിട്ടി, ഏറ്റവും നല്ലൊരു ജോലി കിട്ടി. പ്രിയപ്പെട്ടവരെ, അഹങ്കാരികളെ കർത്താവ് ചിതറിക്കും, അഹങ്കാരികളെ താഴെ ഇറക്കും, അഹങ്കാരികളെ എളിമപ്പെടുത്താനുള്ള കൃപ കൊടുക്കും. അപ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ തടസ്സത്തിൻ്റെ പ്രധാന ഒരു കാരണം അഹങ്കാരമാണ്. അത് നീ തിരിച്ചറിഞ്ഞ് നീ എളിമപ്പെടുന്ന പക്ഷം നിൻ്റെ ജീവിതത്തിൽ പിന്നെ വിജയമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി.